കഴിഞ്ഞ ദിവസമാണ് നടിമാരെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിൽ ഒരു യൂട്യൂബർ അറസ്റ്റിലായത്. സന്തോഷ് വർക്കി എന്നാണ് പേര്. പക്ഷേ യൂട്യൂബിലാകെ എല്ലാവരും അറിയുന്നത് ആറാട്ടണ്ണൻ എന്ന പേരിലാണ്. ഇയാളുടെ പേരിൽ ഒരുപാട് വകുപ്പുകൾ ചേർത്ത പോലീസ് കേസെടുത്തിട്ടുണ്ട്. IT ആക്ട് പ്രകാരവും ജാമ്യം ലഭിക്കാത്ത വിവിധ വകുപ്പുകളും ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. KM ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. ഈ യൂട്യൂബർ ആറാട്ടണ്ണൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇനി ജയിലിൽ കിടന്ന് ആറാടിയാൽ മതി എന്നാണോ പോലീസ് പറയുന്നത്? എന്താണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത്? എന്തൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്? വിനിഷ, ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഈ സന്തോഷ് വർക്കിയെ ഇന്നലെയാണ്, ഇയാൾ കളമശ്ശേരി സ്വദേശിയാണ്, ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ തന്നെ അറസ്റ്റും രേഖപ്പെടുത്തുകയുണ്ടായി. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ എറണാകുളം നോർത്ത് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. നടിമാരെ അധിക്ഷേപിച്ചു, സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിലെടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അറസ്റ്റ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് ഇയാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് തന്നെ ഇയാളെ റിമാൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് പോലീസ് ആവശ്യപ്പെടുക. കോടതിയാണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. നിരവധി നടിമാർ ഈ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു. നടി ഉഷാ ഹസീന ആലപ്പുഴ DYSPക്കാണ് ആദ്യം പരാതി നൽകിയത്. 40 വർഷത്തോളമായി സിനിമാ രംഗത്തുള്ള തന്നെ ഇയാൾ അധിക്ഷേപിക്കുകയാണ്, സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശമൊക്കെ നടത്തി അധിക്ഷേപിക്കുകയാണെന്ന് ഉഷാ ഹസീനയുടെ പരാതിയിലുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ എന്നിവരൊക്കെ സമാനമായ പരാതി ഉന്നയിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ ഈ സന്തോഷ് വർക്കി തൻ്റെ സമൂഹ മാധ്യമത്തിൽ നിന്ന് ഈ വീഡിയോ നീക്കം ചെയ്തു. പക്ഷേ അതിനകം തന്നെ ഇത് വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അമ്മ അഡ്ഹോക് കമ്മിറ്റി ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അഡ്ഹോക് കമ്മിറ്റി അംഗം കൂടിയായ അൻസിബയാണ് എറണാകുളം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത്. ആ പരാതി എറണാകുളം നോർത്ത് പോലീസിന് ഫോർവേഡ് ചെയ്തു. അങ്ങനെ നോർത്ത് പോലീസാണ് ഈ കേസെടുത്ത് അതിന് പിന്നാലെ തന്നെ ഇയാളെ താമസ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ ഉച്ചയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 75(1)(4) വകുപ്പ് പ്രകാരം, അത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികമായി അധിക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ്. ആ വകുപ്പ്, അതിന് പുറമെ IT ആക്റ്റും. ഇത് ജാമ്യമില്ല വകുപ്പ് ആണ് എന്ന് ഇന്നലെ പോലീസ് തന്നെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇയാളെ റിമാൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ സന്തോഷ് വർക്കിയെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇയാൾക്കെതിരെ ഈ ട്രാൻസ്ജെൻഡറിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചതടക്കമുള്ള പരാതികളിൽ സന്തോഷ് വർക്കിക്കെതിരെ നേരത്തെ തന്നെ കേസ് നിലവിലുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ നടിമാരെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ട് ഇയാൾ സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിലിപ്പോൾ കർശന നടപടി ഉണ്ടായിരിക്കുന്നു. സന്തോഷ് വർക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അയാൾക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അറിയുകയും ചെയ്യാം. വിനീഷ. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.